ഹലോ ഫ്രണ്ട്സ്, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈസി സിപ്പപ്പ്. അപ്പം നമ്മളത് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലും ആ കുഞ്ഞ് ബെല്ലിലും ഒന്ന് പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മളുടെ സിപ്പപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ അഞ്ജു രഞ്ജിത്ത് എൻ്റെ അടുത്ത് കുറച്ച് പരാതിയൊക്കെ ഇന്നലെ പറഞ്ഞു. രാത്രിയായിരുന്നു ആ പരാതിയൊക്കെ കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡിൽ ചെയ്തതുകൊണ്ട് ഇന്നലെ രാത്രി ചെയ്തിട്ട് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും കറക്റ്റായി വന്നിട്ടില്ല. അതപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കാരണം അഞ്ജുവിൻ്റെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സഡനായിട്ട് ചെയ്ത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടൈപ്പ് മുന്തിരിയും പിന്നെ ഈ സിപ്പപ്പിൻ്റെ കവറാണ് കിട്ടാതിരുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ ഒരുവിധം കിട്ടിയായിരുന്നു. അപ്പോൾ 2 ടൈപ്പ് മുന്തിരി, കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും കൊക്കോ പൗഡറും മിൽക്ക് മെയ്ഡ് പാൽ, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചത്. പുറത്തുനിന്ന് വേറെ നമ്മൾ കെമിക്കലായിട്ട് ഒന്നും ഇതിനകത്ത് ചേർക്കണില്ല. കളറ് അങ്ങനെയുള്ള ഒന്നും ചേർക്കണില്ല. പക്ഷേ പിങ്ക് മുന്തിരിയാണ് കിട്ടിയത്. ബ്ലാക്ക് മുന്തിരി കിട്ടിയാൽ നല്ല കളറായിട്ട് വരുള്ളൂ. അതുകൊണ്ട് പിങ്ക് മുന്തിരി ആയതുകൊണ്ട് കളറിന് ഇത്തിരി കുറവ് വന്ന്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട്, മുന്തിരി കഴുകിയെടുത്തിട്ട്, ആകെ 10 സിപ്പപ്പ് ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ കവർ അത് എംറ്റി ആക്കി എടുക്കുകയാണ് ചെയ്തത്. കാരണം കവറിൻ്റെ ആ കടയൊക്കെ ഇന്നലെ രാത്രി അടച്ചു പോയി, അത് കിട്ടിയില്ല. അപ്പം ഞാൻ സിപ്പപ്പ് തന്നെ വാങ്ങിച്ചിട്ട് അത് എംറ്റി ആക്കി എടുക്കുകയും ചെയ്തത്. അപ്പം ഞാൻ ആദ്യം ചെയ്യണത് പച്ചമുന്തിരി ഇട്ടിട്ട് അതിനകത്ത് ഒരു ഇത്തിരി പാലിട്ടിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത്. ഇതിനെ കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാനുണ്ട്. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഇപ്പം നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ആ മധുരം കുറേ അതിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഇത് മാത്രം അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്ത്. പാലും പച്ചമുന്തിരിയും അടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ച്, എന്നിട്ട് ആ അരിച്ചതിനകത്താണ് പിന്നെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന്, നമ്മുടെ മധുരം കൂടുതൽ വേണം ഇടാനായിട്ട്. കാരണം ഫ്രീസായി വരുമ്പോൾ മധുരം എന്തായാലും കുറവാണ് തോന്നണത്. അപ്പം അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുത്ത്. ഇതുപോലെ തന്നെ കറുത്ത മുന്തിരി അടിച്ചെടുത്ത്. അപ്പം അത് 2 ടൈപ്പിലായി. അപ്പോൾ കറുത്ത മുന്തിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡാർക്ക് കളറുള്ള തന്നെ നോക്കിയെടുക്കുക. പിങ്ക് മുന്തിരി മേടിച്ചാൽ കളർ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഇത്തിരി കളറൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ഇവിടെ പിന്നെ കുട്ടികളൊന്നും ഇല്ല എങ്കിലും നിങ്ങളെ കാണിക്കാനായിട്ട് ഇത്തിരി കളർ എനിക്ക് കുറവായിപ്പോയി. പിന്നെ ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനം ആയതുകൊണ്ട് അത് ഞാൻ പിന്നെ വാങ്ങാനൊന്നും പോയില്ല. കിട്ടിയത് കൊണ്ട് ഞാൻ അത് ചെയ്ത്. അപ്പോൾ കറുത്ത മുന്തിരി ഈ സെയിം പാലും മുന്തിരിയും കൂടി അടിച്ചെടുത്തിട്ട് അത് അരിച്ച് പിന്നെ രണ്ടാമത് മിൽക്ക് മെയ്ഡിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത്. പിന്നെ മൂന്നാമത് ചെയ്യണത് കൊക്കോ പൗഡർ പാലും കൂടി ചേർത്തിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് ഒന്നിച്ചങ്ങോട്ട് അടിച്ചെടുത്ത്. നിസ്സാരം ഇട്ടത് ചെയ്യാട്ടോ. ഇതിപ്പോൾ 2-3 ടൈപ്പായിട്ട് ചെയ്യണോണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഒരു ടൈപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഈ ടാങ്ക് പോലത്തെ സാധനങ്ങളൊക്കെ കലക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ അതൊന്നും ഹെൽത്തി അല്ല കേട്ടോ. ഇതൊക്കെ ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാവുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ടൈപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഇതിങ്ങനെ പാലും കൊക്കോ പൗഡറും മിൽക്ക് മെയ്ഡും കൂടി ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറിന് വേറെ ഇത്തിരി വാനില എസൻസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ വാനില ഫ്ലേവറിലുള്ള ഒരു സിപ്പപ്പും റെഡിയാക്കാം. അതൊന്നും ഞാൻ ചെയ്തില്ല. കാരണം ഞാനൊരു 10 സിപ്പപ്പ് മാത്രം മേടിച്ച് കവർ എംറ്റി ആക്കി എടുക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ അടുത്തായിട്ട് ചെയ്യണത്, അപ്പം ആ കവറിലുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെറൈറ്റി ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ ചെയ്യണത്, നമ്മൾ വെള്ളത്തിൽ മുന്തിരി പഞ്ചസാര, അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഇല്ലാതെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്, പാലൊന്നും ഇല്ലാതെ. മറ്റേത് മിൽക്ക് സിപ്പപ്പാണ്. ഇപ്പോൾ 3 ഉണ്ടാക്കിയത്. ഇത് വെള്ളത്തിലുള്ളത് സ്ക്വാഷ് പോലെ എടുക്കുന്നത് നമ്മൾ. അപ്പം പഞ്ചസാര, വെള്ളം, പച്ചമുന്തിരി, അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും ചേർത്തിട്ട് അതുപോലെ തന്നെ ചെയ്തു. അപ്പം എൻ്റെ വീഡിയോ അത്രയും കൊണ്ട് സ്റ്റക്കായിപ്പോയി. അതാണ് പിന്നെ കാണാതിരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ ഇതെല്ലാം നമ്മൾ സിപ്പപ്പിൻ്റെ കവറിൽ ഇതുപോലെ ആക്കിയെടുത്തിട്ട്, അപ്പം മോനും വന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പം ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 11:30-12 മണിയോളം ആയി ഞാനിത് കഴിഞ്ഞിട്ട് കിടന്നപ്പോഴേക്കും. എങ്കിലും എനിക്ക് അത് ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടമായി. അത് ഇപ്പം തന്നെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം അഞ്ജുവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അഞ്ജു ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ അടിയിൽ. അപ്പോൾ ഇത് വെള്ളത്തിൽ അടിച്ചതും പാലിലടിച്ചതും ഒക്കെ നിങ്ങൾ കണ്ടത്. ഇത് വെള്ളത്തിൽ അടിച്ചതാണ് ഇപ്പം അതാ എടുക്കണത്. വെള്ളവും പഞ്ചസാരയും മുന്തിരിയും മാത്രം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഓറഞ്ച് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പം സാധനങ്ങളൊക്കെ റെഡിയായി. ഇതെല്ലാം ഞാൻ സീൽ ചെയ്യാതെ തന്നെ ഒരു കപ്പിലേക്ക്
ഇങ്ങനെ നേരെ നേരെ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് രാത്രി മുഴുവൻ സെറ്റ് ചെയ്യാൻ വെച്ച്. അപ്പൊ കുറച്ചധികം ബാക്കിയുള്ളത് ഞാൻ വേറെ ഗ്ലാസ്സുകളിലൊക്കെ ഒഴിച്ചു വെച്ച്. പക്ഷെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ അതിന്റെ സ്റ്റിക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക്. എങ്കിലും ഞാൻ വെറുതെ ചുമ്മാ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് പിള്ളേർ എന്തായാലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു മെഴുകുതിരി ഉരുക്കിയിട്ട് മെഴുകുതിരിയിൽ വെച്ചിട്ട് ഇത് ഉരുക്കി ഒട്ടിക്കുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അഥവാ അതേ ഈ രീതിയിൽ ഇങ്ങനെ തുള്ളിയായിട്ട് ഞാൻ പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അറ്റം തുടക്കാതെ പിന്നെ അത് സീലായി വരില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉരുക്കി പിടിക്കില്ല. അപ്പൊ ഒന്ന് തുടച്ചു കഴിഞ്ഞിട്ട് മെഴുകുതിരി കയ്യിലെടുത്ത് പിടിക്കുക. അപ്പൊ അത് ചരിക്കേണ്ടി വരില്ലല്ലോ, ഒഴുകി പോകൂല. അപ്പൊ എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുക. കാരണം നമ്മൾ കൈ പിടിച്ച് അത് ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുക. അപ്പൊ നിങ്ങൾ ഒഴിച്ച വടി തന്നെ ഇങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നിറയെ ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ സീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം സീലായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ ഗ്ലാസ്സിനകത്ത് ആക്കി വെച്ച്. പക്ഷേ ഗ്ലാസ് ഒരു പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് നടുക്കൊരു ഹോളും ഇട്ടിട്ട് വേണം. ഇതുപോലെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നടുക്ക് വെച്ചാലേ നടുക്കിരിക്കുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒത്തിരി ലേറ്റ് ആയി പോയി. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ സൈഡിൽ തന്നെ ഇട്ടിട്ട് ഞാൻ വെച്ച്. അത് കുഴപ്പമില്ല, കുട്ടികൾ കഴിച്ചോളും, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഭംഗിയായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ച് അതിന്റെ വായ കവർ ചെയ്യുക ഗ്ലാസിന്റെ. എന്നിട്ട് നടുക്കൊരു സ്ലിറ്റ് ഇട്ടിട്ട് അതിലൂടെ വേണം നമ്മൾ സ്റ്റിക്ക് വെക്കാനായിട്ട്. അപ്പൊ ഇതിനിടയിലൂടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കട്ടെ. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒരു 3 ദിവസമായിട്ട് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഫേസ്ബുക്ക് പേജിലൊന്ന് കയറിയിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ സജഷൻസ് ഒക്കെ ഇടാം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. കമൻറ്റ് ബോക്സിലാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കുന്നത്. എല്ലാവരും ഒന്ന് നോക്കിയേക്കണേ. 2-3 ദിവസമായിട്ട് ഞാൻ ഇടുന്നുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ താങ്ക് യു.